യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള നിർണായക കൂടിക്കാഴ്ച അവസാനിച്ചു. 3 മണിക്കൂറോളം നീണ്ട ചർച്ചയിൽ സമാധാന കരാറായില്ല. റഷ്യ-യുക്രൈൻ വെടിനിർത്തൽ വിഷയത്തിൽ ധാരണയാകാതെയാണ് ചർച്ച അവസാനിച്ചത്. പല കാര്യങ്ങളിലും ധാരണയായി എന്നും എന്നാൽ അന്തിമ കരാറിലേക്കെത്തിയില്ല എന്നും ട്രംപ് വ്യക്തമാക്കി. നാറ്റോ രാജ്യങ്ങളുമായി ഉടൻ സംസാരിക്കും, അതിന് ശേഷം തുടർ നടപടിയെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. യുക്രൈൻ സഹോദര രാജ്യമാണെന്നാണ് പുടിന്റെ പ്രതികരണം. റഷ്യയ്ക്ക് പല ആശങ്കകളുണ്ടെന്നും പുടിൻ പറഞ്ഞു. സെലൻസ്കി സർക്കാരാണ് അതിലൊന്ന്. സമാധാന ചർച്ചകളിൽ പുരോഗതിയെന്ന് പറഞ്ഞ പുടിൻ ചർച്ചകൾ തുടരുമെന്നും അറിയിച്ചു. ട്രംപിനെ പുടിൻ മോസ്കോയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. അതേസമയം ധാരണയായ കാര്യങ്ങൾ ഏതൊക്കെയെന്ന് ട്രംപും പുടിനും വ്യക്തത നൽകിയിട്ടില്ല. അതേസമയം വ്ളാഡിമിർ പുടിനുമായുള്ള ചർച്ചയിൽ സമാധാന കരാറിന് അടുത്തുവരെ എത്തിയെന്നും യുക്രൈൻ കരാർ അംഗീകരിക്കണമെന്നും യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. റഷ്യയുടെ 3 വർഷത്തെ അധിനിവേശം അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു കരാർ ഉറപ്പിക്കേണ്ട ഉത്തരവാദിത്തം ഇപ്പോൾ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുടേതാണെന്നാണ് ട്രംപ് പറഞ്ഞത്. പുടിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് പരാമർശം. ഇപ്പോൾ അത് പൂർത്തിയാക്കേണ്ടത് പ്രസിഡന്റ് സെലൻസ്കിയുടെ ഉത്തരവാദിത്തമാണ്. യൂറോപ്യൻ രാജ്യങ്ങളും ചെറുതായി ഇടപെടണം, പക്ഷേ അത് പ്രസിഡന്റ് സെലൻസ്കിയുടെ ഉത്തരവാദിത്തമാണ്, ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. പുടിനുമായി നടന്ന ചർച്ചയ്ക്ക് 10-ൽ 10 മാർക്കാണ് താൻ നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കൈന ന്യൂസ്.